പഹൽഗാം കൂട്ടക്കുരുതിക്ക് പിന്നിൽ പാകിസ്ഥാൻ തന്നെയെന്ന് സ്ഥിരീകരിച്ച് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ലോകരാഷ്ട്രത്തലവന്മാർക്ക് തെളിവുകൾ കൈമാറി പ്രധാനമന്ത്രി മോദി. വിദേശ രാജ്യങ്ങളുടെ പക്കലും നിർണായക തെളിവുകൾ. തിരിച്ചടിക്കാൻ സർവ്വസന്നാഹങ്ങളും സജ്ജം. BSF ജവാനെ വിട്ടു നൽകിയില്ലെങ്കിൽ കനത്ത പ്രഹരമുണ്ടാകുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ്. മുന്നറിയിപ്പ് കിട്ടിയിട്ടും വെള്ളം മുടങ്ങിയിട്ടും പാകിസ്ഥാൻ അടങ്ങുന്നില്ല. അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെച്ചു പ്രകോപനം. സിന്ധു ജലം മുടങ്ങിയാൽ യുദ്ധമെന്ന് ഭീഷണി. ആണവ രാജ്യമാണെന്നത് മറക്കരുതെന്ന് പാക് പ്രതിരോധ മന്ത്രി. കശ്മീരിൽ ഭീകരരെ തുടച്ചു നീക്കാൻ നടപടി കടുപ്പിച്ചു. ലഷ്കർ കമാൻഡർ അടക്കം 2 ഭീകരരുടെ വീടുകൾ കൂടി തകർത്ത് പ്രാദേശിക ഭരണകൂടം. തകർത്ത വീടുകളുടെ എണ്ണം 5ആയി. സംഘർഷം കനക്കുന്നതിനിടെ അത്യാധുനിക ആയുധ സംവിധാനം സജ്ജം. ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനത്തിന്റെ 2ാം പരീക്ഷണവും വിജയം. ഇന്ത്യക്കൊപ്പം ഉറച്ച ലോകരാജ്യങ്ങൾ. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്ര സംഘടന. ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് പിന്തുണയുമായി സൗദി. ബലൂചിസ്ഥാനിൽ വീണ്ടും സ്ഫോടനം. 10 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ആക്രമണം തുടരുമെന്നും മുന്നറിയിപ്പ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM എബ്രഹാം ഒടുവിൽ കുടുങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ CBI കേസെടുത്തു. തിരുവനന്തപുരം CBI കോടതിയിൽ ഇന്ന് തന്നെ FIR സമർപ്പിക്കും. നടപടി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വീടിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നവര് എല്ലാവരും ദുരന്തബാധിതം തന്നെയാണോ എന്നത് ഇപ്പോ പുറത്തില്ല. മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി. വയനാട്ടിൽ ലീഗ് നിർമ്മിക്കുന്ന വീടുകൾ ദുരന്തബാധിതർക്ക് തന്നെയാണോ എന്ന് സംശയം. ലീഗ് സർക്കാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ദൗർഭാഗ്യകരം. മാധ്യമങ്ങളെ ഒഴിവാക്കി മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ന്യൂസ് 18. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന് സമീപം പൊട്ടിത്തെറി. തനിക്ക് നേരെ ഉണ്ടായ ആക്രമണമെന്ന് ആരോപണം. അടിയന്തരമായി പ്രതികളെ പിടികൂടണമെന്ന് സർക്കാരിനോട് ശോഭ.